ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പോലീസുകാരൻ ശ്രീരഞ്ജിനി മേഡം. അപ്പൊ രഞ്ജിനി മേഡവുമായിട്ട് പല്ലവിയും അതുപോലെ തന്നെ സേതു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ എല്ലാവരെയും പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ. എന്റെ പോലീസ് ടീമിനെ മുഴുവനാ അവൻ പറ്റിക്കുന്നത്. പിടികൂടിയിരിക്കും ഞാൻ. എന്താണെങ്കിലും അവനെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. എന്താണെങ്കിലും എനിവേ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് അവർ യാത്ര പറഞ്ഞ് അങ്ങ് പോയിട്ടോ. അപ്പൊ വേണ്ട സേതുവും പല്ലവിയും കൂടെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ സേതു ഭയങ്കര ആലോചനയില്ല. സത്യം പറയട്ടെ, ഇപ്പൊ എനിക്ക് വീട്ടിലേക്ക് വൈകുന്നേരം ചെല്ലാൻ തന്നെ മടിയായി തുടങ്ങിയിരിക്കുന്നു. അതെന്ത് പറ്റി? അതെന്താന്ന് വെച്ചാല്, ഞാൻ താമസിച്ച് ചെല്ലുമ്പോ എന്നെ കാത്തിരിക്കാൻ അവിടെ ആരുമില്ലല്ലോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പല്ലവി ഉണ്ടായിരുന്നു. ഇപ്പൊ ആര് നോക്കിയിരിക്കാൻ? അതിന് അമ്മയില്ലേ എന്ന് ചോദിച്ചു. അമ്മയൊക്കെ നേരത്തെ കിടക്കില്ലേ പല്ലവി? ഓ, പക്ഷേങ്കില് അങ്ങോട്ടേക്ക് ചെല്ലാനേ തോന്നുന്നില്ല. പല്ലവി ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല. എന്തിനാണ് പറയുക? യു മിസ്സിങ്? യെസ്, അത് തന്നെ. ഒരാളില്ലാതാവുമ്പോഴാ നമുക്ക് അയാൾ എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്. ശരിയല്ലേ? ആ, എന്ത് ചെയ്യാനാ, ഞാനിപ്പം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് വരില്ലേ? സ്ഥിരമായിട്ട് താമസിക്കാനായിട്ടൊന്നും അല്ലല്ലോ ഞാൻ അങ്ങോട്ടേക്ക് പോയത്. എന്നാലും എന്നായിരിക്കും അത് തിരിച്ചു വരവൊക്കെ എന്നിങ്ങനെ ചോദിച്ചു. ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ പല്ലവി. അത് മാത്രമല്ല, ഞാൻ എല്ലാവരുടെ മുൻപിലും ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്. അച്ചുവിന്റെ കല്യാണത്തിന് മുൻപ് തന്നെ ഇന്ദ്രനെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു വാക്ക്, അതെനിക്ക് സാധിക്കാൻ പറ്റുമോ? കല്യാണം അടുത്തെത്തി. ഇനിയിപ്പോ എന്താണെങ്കിലും ഇന്ദ്രൻ മറിഞ്ഞിരിക്കുക. സേതുവട്ടം വിഷമിക്കണ്ട. നാളത്തെ ഒരു ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ ഇന്ദ്രനെ ഞാൻ പുറത്ത് ചാടിച്ചിരിക്കും. താനില്ലെങ്കില് ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കല്യാണപ്പന്തല്ലേ ഞാൻ തനിച്ചായി പോകും പല്ലവി. അത് ആലോചിക്കുമ്പോ ഒരു സുഖവും തോന്നണില്ല. എന്തോ ഒരു വല്ലാത്ത ധൈര്യമില്ലായ്മ തോന്നുന്നു. സ്വന്തം അനിയത്തിയുടെ കല്യാണം അല്ലേ സേതുവേട്ടാ? അതിനിപ്പോ ഞാൻ എന്തിനാ സേതുവേട്ടാ? വേണം, കൂട്ട് വേണം എനിക്ക് എന്ന് പറഞ്ഞു. പല്ലവിയുടെ കൂട്ട് അതെനിക്ക് നിർബന്ധ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്കറിയില്ല, ഒറ്റയ്ക്കായതുപോലെ തോന്നിപ്പോവാ പല്ലവി എന്ന് പറഞ്ഞു. വിഷമിക്കണ്ട കേട്ടോ, ഞാൻ എന്താണെങ്കിലും കൂടെ ഉണ്ടാവും കേട്ടോ. നാളത്തെ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം ശരിയാവും സേതുവേട്ടാ. ധൈര്യമായിട്ടിരിക്കുക. റെഡി ആയിട്ടില്ല. അതിനുള്ള ഓട്ടം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലാണെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നുമില്ല. എന്ത് ചെയ്യുന്ന അറിയൂല. അപ്പൊ താൻ അടുത്തുണ്ടായിരുന്നോയെങ്കിൽ എന്ന് ചിന്തിച്ചു പോവാ. ഒരാളും നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായി മാറുന്നതിനുള്ള ലക്ഷണം അത്. എന്താ, ശരിയല്ലേ? അതെ, അതങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എന്നിട്ട്, അതെ, ഞാൻ ഒരു ചോദിക്കാൻ പാടില്ലാത്തതാ, എങ്കിലും ഞാൻ ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിച്ചോട്ടെ? ചോദിക്ക സേതുവേട്ട, ചോദിക്ക എന്ന് പറഞ്ഞു. ഇതിനിടയിൽ എന്നെ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടായിരുന്നോ സേതുവേട്ടനെയോ? ഞാനോ? ഒരിക്കലും ഇല്ല. എവിടെ സമയം സേതുവേട്ട എന്ന് ചോദിച്ചോ. ഓർത്തതേ ഇല്ല. ഓ, അങ്ങനെയായിരുന്നു അല്ലേ? ശരി, ഞാൻ കരുതി എന്നെ മിസ് ചെയ്യുമെന്ന്. എന്റെ പൊന്നെ സേതുവേട്ടാ, മറന്നിട്ട് വേണ്ടേ ഒന്ന് ഓർക്കാൻ എന്ന് ചോദിച്ചു. അപ്പൊ സേതുവിന് ഭയങ്കര സന്തോഷമായി. സേതു ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ. ആഹാ, എന്താ സന്തോഷം. എലി പുന്നലുണ്ട പോലത്തെ ചിരി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. സേതു അങ്ങനെ അങ്ങോട്ട് ചിരിച്ചപടി നിൽക്കുകയാണ് കേട്ടോ. അതെ സേതുവേട്ടാ, എന്റെ സേതുവേട്ട എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ മനസ്സിൽ സേതുവേട്ട എപ്പോഴെങ്കിലും പോയെങ്കിലല്ലേ ഞാൻ പിന്നെയും ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ പണ്ട് വായിച്ചൊരു കവിതയുണ്ട്. അതിന്റെ ആശയം എന്താണെന്നറിയോ സേതുവേട്ട? കൂടെ ഉണ്ടായിരുന്ന കാലത്ത് കൊടുങ്കാറ്റ് വന്നിട്ട് കുലുങ്ങിയില്ല, കൂടെ ഇല്ലാത്തപ്പോ ഒരു ചാറ്റൽ മഴയിലും വിറയ്ക്കുന്നു. അതായിരുന്നു ആ കവിതയുടെ സാരാംശം. എന്റെ അവസ്ഥ അതാ സത്യം. ശരിക്കും? ശരിക്കും. ആഹാ, എന്താ സന്തോഷം. സേതുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. ഓ, ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വാതിൽ തുറന്ന് ഒരു ചായ ഇടായിരുന്നു. മധുരം കൂട്ടിയൊരു ചായ. എന്താ, ശരിയല്ലേ? സാരമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് കുടിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും മുഖത്തോട് മുഖമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. ഈ സമയത്താണ് പിന്നെ പൊന്നുമടത്തിലാണ് കാണുന്നത്. നിഖിലിന്റെ അച്ഛനും അമ്മയും പ്രതാപനും അതുപോലെ തന്നെ പപ്പിയും ഒക്കെ കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവരെല്ലാവരും കൂടെ വന്നു. നിഖിലിന്റെ അമ്മ എന്ന് പറയുന്നത് വെച്ച് പ്രതാപിയാണ് കേട്ടോ. ആള് ഭയങ്കര ജാടാന്ന് പറഞ്ഞാൽ ഭയങ്കര ജാടയാണ്. അപ്പൊ ആള് വന്ന് ഇറങ്ങി പൊന്നുമടത്തിന്റെ പടിയിലോട്ട് ഇറങ്ങി. എന്നിട്ട് ചുറ്റിനെ ഒന്ന് നോക്കി. ഇതാണോ പൊന്നുമടം? അതെ എന്ന് പറഞ്ഞു. ഓ, പേര് കേട്ടപ്പോ ഞാൻ കരുതിയത് കുറച്ചുകൂടി വലിയ വീടാണെന്നാ. ഇത് ചെറുതായിപ്പോയി. സിമ്പിൾ അല്ലേ നന്ദു? അതെ അതെ, ഭർത്താവ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവുമാണ്.
എന്റെ പൊന്നമ്മേ, സ്ഥിരം അമ്മയുടെ ആ പുച്ഛമുണ്ടല്ലോ അത് പുറത്തെടുക്കരുത്. നീ പോടാ, ഞാൻ പറയുള്ളൂ. ആരുടെ മുഖത്ത് നോക്കിയും പറയും ഞാൻ താറവാട്ടി ജനിച്ചതാ എന്ന് നിഖിലിനോട് പറഞ്ഞു. എന്നാ പിന്നെ അകത്തേക്ക് പോയാലോ? അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടി പ്രതാപൻ അകത്തേക്ക് ചെല്ലാണ്. കയറി ചെന്നപടി എല്ലാവരും ഒക്കെ ഒന്ന് നോക്കിയിട്ട് അതെ ചേച്ചി. അപ്പം അപ്പോഴേക്കും നമ്മുടെ ഋതികയും സ്വാതിയും അച്ചുവും പൂർണിമാമയും എല്ലാവരും വന്നു. ഇത് ആരാ പ്രതാപ എന്ന് ചോദിച്ചപ്പം ചേച്ചിയുടെ ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ, ആ പരാതി ഇപ്പൊ തീർന്നു കാണുമായിരിക്കും അല്ലേ ചേച്ചി? ഇതാണ് നിഖിലിന്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു. ഓ ആണോ? അപ്പൊ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പൊ എല്ലാവരും, ഞാൻ നന്ദകുമാർ, നിഖിലിന്റെ അച്ഛൻ. ഇതെന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് തെറ്റിപ്പോയി, ആകെ നാണക്കേടായിട്ടോ. അല്ലല്ല, സോറി, എന്റെ ഭാര്യ ശ്രീദേവി, നിഖിലിന്റെ അമ്മ. അപ്പൊ ശ്രീദേവിയെ പരിചയപ്പെടുത്തി എല്ലാവരും. ഞങ്ങൾ തമ്മിലെ ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴാ അതൊക്കെ തീർന്നത്. അല്ലായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ ഞങ്ങൾ ഇടപെട്ടേനെ കേട്ടോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേഗം വന്നു. നിഖിൽ ഇങ്ങനെ ചിരിച്ചപടി ഇവളെന്നായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീദേവി നിഖിലിന്റെ അമ്മ നേരെ ചെന്നത് നമ്മുടെ ഋതുവിന്റെ അടുത്തേക്കാണ്. ഋതുവിന്റെ അടുത്ത് നിന്നു. ഋതുവിനെ ഒരുപാട് അങ്ങനെ മുഖത്തേക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കി. എന്താ മോളുടെ പേര്? ഋതിക. അയ്യോ, പേര് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. വല്ല രമേന്നോ ലതേന്നോ മറ്റോ ആയിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്. സാരമൊന്നുമില്ല കേട്ടോ, നമ്മുടെ വീട്ടിലെത്തുമ്പോഴേ നമുക്ക് പേരങ്ങ് മാറ്റിയേക്കാം. തങ്കമണി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഋതുവിന് ഇതായിപ്പോയി. എന്റെ പേരെന്തിനാ മാറ്റുന്നത് എന്ന് ചോദിച്ചു ഋതു. അപ്പൊ വേഗം തന്നെ വേഗം നിഖിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്റെ അമ്മേ, അതെ അതല്ല പെണ്ണ് എന്ന് പറഞ്ഞു. ഈ നിൽക്കുന്നതാ അവന്തിക, പേര് അച്ചു എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. ഓഹോ. അപ്പൊ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഊടുപാടൊന്ന് നോക്കിട്ടോ. അപ്പൊ അച്ഛനെ നോക്കിയിട്ട് എടാ നിനക്ക് ഇപ്പോഴും നല്ലത് നോക്കി തെരഞ്ഞെടുക്കാൻ അറിയില്ലേടാ മോനെ എന്ന് ചോദിച്ചു. അതെന്താ? അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കട്ടോ, ചൂളി നിൽക്കാണ്. എന്ത് ചെയ്യും, ഇവരുടെ വായ അടയ്ക്കുന്നുമില്ല. എടാ ഇതേ ഒരു വീട്ടില് 2-3 നിലം നിൽക്കുമ്പോ അതിൽ കൊള്ളാവുന്നതിൽ ഒരാളെ വേണ്ടേടാ നീ ഭാര്യയായി തെരഞ്ഞെടുക്കാനായിട്ട്. നീ എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ ഇങ്ങനെ നിന്നോട്ടോ. അതെങ്ങനെയാ? കൂടെ വന്നത് ഇവനെ പോലുള്ളവരല്ലേ, ഇങ്ങനെ വരൂ എന്ന പ്രതാപനെയും കുറ്റം പറഞ്ഞു കേട്ടോ അവര്. അപ്പൊ ശ്രീദേവിയുടെ പറച്ചിലായിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആർക്കും. ഇവരുടെ മുഖം കണ്ടപ്പോ ഒറ്റ അടി കൊടുക്കാനും തോന്നി. അങ്ങനൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു. പറയാനുള്ളത് പറയണ്ടേ നന്ദു? എന്റെ മൂത്ത മോള അച്ചു, അവളുടെ കല്യാണം കഴിഞ്ഞ ശേഷം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കൂ. 3 മക്കള്? അല്ല 4. ഒരു മോനൂടെ ഉണ്ട്, സേതുമാധവൻ. അവൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു പ്രതാപൻ. ഇല്ല, അവൻ പുറത്തു പോയിരിക്കുക. ഓ ഭാഗ്യം, ഇല്ലെങ്കിൽ ഇടി ഉറപ്പാണല്ലോ എന്ന് ഓർത്തായിരുന്നു പ്രതാപന്റെ ഒരു പേടി. കേട്ടോ പൂർണിമേ, പറയുന്നത് കൊണ്ട് വേറെ വിഷമൊന്നും തോന്നരുത് കേട്ടോ. ഞാനൊന്നും ഉദ്ദേശിച്ചൊരു വലിപ്പം ഈ വീടിനില്ല കേട്ടോ. സത്യം, പൊന്നുമണം എന്നൊക്കെ കേട്ടപ്പോഴേ ഞാൻ വലിയൊരു വീടാ പ്രതീക്ഷിച്ചത്. പക്ഷേങ്കിലേ അത്ര പേരിടുമ്പം അതിൻ്റെതായ ഒരു പ്രൗഢി ഈ വീടിനും ഉണ്ടാവണ്ടേ? അതില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. ഈ വീടിന് ശരിക്കും ചേരുന്ന പേടം ചെമ്പ് മണം എന്നാ. അമ്മേ, അല്ലേ നന്ദു? ആണെന്നും പറയാം അല്ലെന്നും പറയാം എന്ന് നന്ദു പറഞ്ഞു. എന്റെ പൊന്നു ചേച്ചി ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ പ്രതാപൻ വേഗം തന്നെ ശ്രീദേവിയെ പിടിച്ച് മാറ്റി നിർത്തി സംസാരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. പ്രതാപികളാ, ഇട്ടുമൂടാനുള്ള കാശുണ്ട്. ദൈവത്തെ ഓർത്ത് കേറി വന്ന മഹാലക്ഷ്മി ഇല്ലാതാക്കണോ? അതെ, പറയാനുള്ളത് ഞാൻ പറയും. എനിക്ക് ആരെയും പേടിയില്ല. പറയാനുള്ളതൊക്കെ പറഞ്ഞോ. പക്ഷെ അത് ഇവിടെ വെച്ചല്ല, നമുക്ക് നമ്മളെ വീട്ടിൽ ചെന്നിട്ട് പറയാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവനിങ്ങനെ നിൽക്കട്ടോ. ഇവിടെ വെച്ച് മിണ്ടിയാ ഇറങ്ങി പോവാൻ പറയും എന്റെ ചേച്ചി. അതുകൊണ്ടാ ദൈവം ഇത്. ഓ ശരി, ഇനി എല്ലാം തീരുമാനിച്ചു പോയില്ലേ, ഇനി ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു വീണ്ടും ശ്രീദേവിയെ കൂട്ടിക്കൊണ്ട് പ്രതാപൻ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പം ഇനി മിണ്ടിയ പണി പാളൊന്നും മനസ്സിലായി കേട്ടോ ഏകദേശമൊക്കെ. അപ്പൊ വേഗം തന്നെ പൂർണിമ അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങൾ ഇരിക്കാം, ചായ എടുക്കാം. അയ്യോ, വേറെ എന്തെങ്കിലും ഉണ്ടാവോ കുടിക്കാൻ? വല്ല ഷെയ്ക്കോ മറ്റോ? ഞാൻ ചായ കുടിക്കാറില്ല എന്ന് പറഞ്ഞു. നന്ദു അല്ലേ നന്ദു? എന്ന് പറഞ്ഞു. എന്നാ ജ്യൂസ് എടുക്കാം. മതി. ഐസ് വേണ്ട കേട്ടോ, വിത്തൗട്ട് ഐസ്. മധുരം? അയ്യോ ഒട്ടും വേണ്ട, ഷുഗറാ എനിക്കും നന്ദുവിനും. ഓക്കെ ശരി എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞ പൂർണിമയും അച്ചുവും കൂടി ജ്യൂസ് എടുക്കാനായിട്ട് പോയി. എന്നിട്ട് ജ്യൂസ് എടുത്തോണ്ട് വരികയാണ്. ഈ സമയത്താണ് നമ്മുടെ സേതു അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പൊ സേതു വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇതാ മോനെ, ഇത് നിഖിലിന്റെ അച്ഛനും അമ്മയാ എന്ന് പറഞ്ഞ് പൂർണിമാമ പരിചയപ്പെടുത്തി. ഞാൻ ശ്രീദേവി, നന്ദകുമാർ എന്നും പറഞ്ഞു പരിചയപ്പെടുത്തി കേട്ടോ. അല്ല പ്രതാപ, ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞതേ മരിച്ചുപോയ മാധവ മേനോന്റെ 3 പെൺമക്കളാണെന്നാ.
പക്ഷെ അതിനിടയിൽ ഇവൻ എവിടുന്ന് കയറി വന്നു എന്ന് ചോദിച്ചു. അപ്പൊ പ്രതാപൻ വേഗം, അല്ല ആദ്യത്തെ ഭാര്യയിലെ മാധവൻ മേനോൻ 2 കല്യാണം കഴിച്ചു അല്ലേ? മനസ്സിലായി. ഇപ്പഴാ മനസ്സിലായത്. ഇവന്റെ അമ്മ ഇപ്പൊ എവിടെയുണ്ട്? മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ ഇവരുടെ ഈ വർത്തമാനം കേട്ട് സേതുവിന് ചൊറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ സേതു മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. ഒന്നും മിണ്ടാതെ നിന്ന് കുറെ നേരം ഇങ്ങനെ കേട്ടു. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ പറയണ്ട. എന്തിനാ? സാധാരണഗതിയിലെ ഭാര്യ ആരുടെയും കൂടെങ്കിലും ഒളിച്ചോടി പോകുമ്പോഴാണല്ലോ ആണുങ്ങള് വേറെ കെട്ടാറുള്ളത്. അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. എന്റെ അമ്മ ആരുടെയും കൂടെ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു സേതു. പിന്നെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ പൂർണിമാമ പറഞ്ഞു, ആ കാര്യം നമ്മളെ ഇപ്പൊ ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. ഇപ്പൊ നമ്മൾക്ക് സംസാരിക്കാനുള്ള കാര്യം നമുക്ക് സംസാരിക്കാം. കടിച്ചു തൂങ്ങി ഇവൻ തറുതല പറഞ്ഞല്ലോ, ഞാൻ ആരുടെ മുൻപിലും തോറ്റ ചരിത്രം ഈ ശ്രീദേവിക്കില്ല എന്നുകൊണ്ട് ശ്രീദേവിയുടെ തട്ട പടയ്ക്കും പന്തിക്കും മുൻപിൽ തന്നെയാ ഈ ശ്രീദേവി എന്നും. അല്ലേ നന്ദു? വാസ്തവം എന്നായിരുന്നു നന്ദുവിന്റെ പറച്ചില്. കണ്ടാ മതൻ. എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു പപ്പി. വരട്ടെ. ആകെ ഇനി കല്യാണത്തിന് 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിനു മുൻപ് അതിന്റെ ഒരുക്കങ്ങളും പരിപാടികളും ഒക്കെ തീരുമാനിക്കണ്ടേ? മെഹന്തി വേണ്ടേ? പിന്നെ അത് മാത്രം പോരട്ടോ, കുറച്ച് വേണോ എന്ന് ചോദിച്ചു സേതു. വേണം, മ്യൂസിക് ഷോയും വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. കേരളത്തിന്റെ പുറത്തുനിന്നാണ് വരുന്നത്. അവർക്ക് പെൺകുട്ടിയെ ഒന്ന് കല്യാണത്തിന് മുൻപ് ഒന്ന് കാണണം എന്നൊക്കെയുണ്ട്. അപ്പൊ പിന്നെ അതിനുള്ള അവസരം നമ്മളായിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. വേണ്ട നന്ദു? വേണം എന്ന് പറഞ്ഞു. അപ്പൊ സേതു ഒന്നും മിണ്ടിയില്ല. സേതു ഇങ്ങനെ മിണ്ടാതെ നിന്നു. പൂർണിമ എന്നിട്ട്, അതെ വേറൊന്നും കൊണ്ടല്ല, ഒരു മരണം നടന്ന വീടാ. 1 വർഷം 1 കൊല്ലം പോലും ആകുന്നതിന് മുൻപ് തന്നെ അതിനിടയ്ക്ക് ഇത്രയും ആർഭാടമായിട്ടൊരു കല്യാണം നടത്തുക എന്നൊക്കെ പറയുമ്പോ, അപ്പൊ ആർഭാടമായിട്ടല്ലേ കല്യാണം നടത്താൻ പോണത് എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല കേട്ടോ ഇവര്. മിണ്ടാതെ നിന്ന് കുറച്ചു നേരം. എന്താ പ്രതാപ ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ മകന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തിയാൽ മതിയോ? അയ്യോ അതങ്ങനെ അല്ല ചേച്ചി, എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. പെണ്ണ് കെട്ടാൻ നിൽക്കുന്ന ആളല്ല എന്റെ മകൻ, അറിയാലോ നിനക്ക്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് കേട്ടോണം എന്ന് പറഞ്ഞു. അവന്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത് കല്യാണം നടന്നിരിക്കണം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ നിമിഷം പറയണം എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം ചെയ്തു വന്നിട്ട്, എന്റെ അച്ചു ചെറുക്കനെ കിട്ടാൻ നിൽക്കുന്ന പെണ്ണൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നിങ്ങൾക്കത് സ്വീകാര്യമല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നടത്താം. എന്താണെങ്കിലും ചെറുക്കൻ വീട്ടുകാർ പറയുന്നത് പോലെ തന്നെ പെൺവീട്ടുകാർ അനുസരിക്കണമെന്നൊരു നിയമം പോലും ഉണ്ടല്ലോ. മെഹന്തി എങ്കിൽ മെഹന്തി, മ്യൂസിക് ഷോ എങ്കിൽ മ്യൂസിക് ഷോ, എന്തൊക്കെ വേണമെന്ന് ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. അതൊക്കെ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. ശരി എന്ന് സമ്മതിച്ചു. എന്നിട്ട് സേതു ദേഷ്യപ്പെട്ടങ്ങ് പോവാണ്. ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എന്നാ പിന്നെ അതുകൊണ്ടല്ല, പുള്ളിക്കാരന്റെ പെരുമാറ്റം അങ്ങനെയാ, ഇത്തിരി കുറച്ച് റഫാണ് കേട്ടോ എന്ന് പറഞ്ഞു പ്രതാപൻ. ശരി എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ നന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് വേഗം അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പൊ അച്ചു വേഗം അങ്ങോട്ടേക്ക് ചെന്നിട്ട്, സേതുവേട്ടൻ അത് സമ്മതിക്കേണ്ടിയിരുന്നില്ല. സേതുവേട്ടൻ അവരുടെ മുന്നിൽ തോറ്റുപോയില്ലേ സേതുവേട്ടാ? അതെ, നിനക്ക് വേണ്ടിയിട്ടല്ലേ അച്ചു, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരുടെ മുന്നിൽ തോൽക്കാനും എനിക്ക് ഈ ഏട്ടന് ഒരു മടിയില്ല മോളെ എന്ന് പറഞ്ഞിട്ട് സേതു അങ്ങ് പോയിട്ടോ. അച്ഛൻ എന്നാലും വിഷമായി. പിന്നെ കാണുന്നത് രാജലക്ഷ്മിനെയാണ്. ലക്ഷ്മി വേഗം തന്നെ നമ്മുടെ ഇന്ദ്രനെ വിളിക്കുകയാണ്. പല്ലവി വരുന്നതിന് മുന്നേ വിളിക്കണമല്ലോ. ആള് ഫോൺ എടുത്തു. എന്നിട്ട് ഹലോ അമ്മേ എന്ന് വിളിച്ചു. മോനെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ആകെ പ്രശ്നമാ എന്ന് പറഞ്ഞു. പല്ലവി ഇപ്പൊ ഇവിടെയാ താമസം, അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചോ. അത് മിറക്കിളാണല്ലോ, പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് വന്നു താമസിക്കാൻ തുടങ്ങി, എന്നിട്ട് നിന്റെ കൂടെ താമസിക്കണം പോലും. അപ്പം ഗുഡ് ന്യൂസ് ആണല്ലോ. അപ്പൊ അവൾക്ക് എന്നെ ജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതാണ് അവളുടെ മനസ്സിൽ നിന്ന്. പക്ഷെ നിന്റെ കേസ് നിലവിലുണ്ട്, നിന്നെ കാണാനുമില്ല. ആ കേസ് തീരണമെങ്കിൽ നീ പുറത്തു വരണം. അതിനു വേണ്ടിയിട്ട് അവളുടെ തന്ത്രമാണോ ഇതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. യെസ് അതും ആകാമേ എന്ന് പറഞ്ഞു. മറ്റവൻ പറഞ്ഞു കൊടുത്ത ബുദ്ധി ആയിരിക്കും ചിലപ്പോ. അത് തന്നെ, ആ ബുദ്ധി ഇനി അവന്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഞാൻ പുറത്തു വരാനേ പോണില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അത് മതി മോനെ. അതെ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ നീ ഇനി അവിടുന്ന് ഇറങ്ങാവൂ എന്ന് പറഞ്ഞു. ശരി അമ്മേ, അന്ന് നീ ഫോൺ ചെയ്തില്ലേ, അപ്പൊ അവൾ അടുത്തുണ്ടായിരുന്നു. അതാ ഞാൻ ഉഴുന്നിനെ കുറിച്ചും യുദ്ധത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചത്. അതുകൊണ്ട് അവക്ക് സംശയമൊന്നും തോന്നാൻ പാടില്ലല്ലോ. അത് ശരി അമ്മ പറഞ്ഞത്. അമ്മയിലൂടെ എന്നെ കണ്ടുപിടിക്കണം, അത് വിജയിക്കാൻ ഒരിക്കലും പാടില്ല. ശരിയാ,
അതെ, ക്ലവർ ഗേൾ. പക്ഷെ എന്ത് ചെയ്യാം, ഇപ്പഴത്തെ ഞാനായി പോയില്ലേ. ഒരു പിന്നെ അതെ, ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാം, പോരെ? ആ, മതി മതി, ശരി അമ്മേ. അമ്മേ, ഇനി നമ്മളെ സൂക്ഷിക്കണം. ശത്രു വീടിനകത്തെത്തി കഴിഞ്ഞു. ഓവർ കെയർഫുൾ ആവണം നമ്മള്. എനിക്ക് നിന്നെ കുറിച്ചാ മോനെ പേടി. പോലീസ് എങ്ങാനും നിന്നെ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? അമ്മ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, എന്നെ ആരും കണ്ടുപിടിക്കില്ല, ധൈര്യമായിട്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്ര ഫോൺ വിളിച്ചു. നമ്പർ ഡിലീറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് വേഗം ഡിലീറ്റ് ചെയ്യുകയാണ് കേട്ടോ രാജലക്ഷ്മി. അപ്പൊ വേഗം തന്നെ ജാഷ്മി വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പല്ലവിയെ കാണുന്നത്. അപ്പൊ പല്ലവിയെ കണ്ടപ്പോ ആളാകെ വേഗം ഒന്ന് ഞെട്ടി. നീ എപ്പോ വന്നു എന്ന് ചോദിച്ചു. ഞാനോ? അല്ല, എന്താ മുഖത്തൊരു കള്ളലക്ഷണം? എന്ത് കള്ളലക്ഷണം? കള്ളന്മാർക്ക് അങ്ങനെ ആരെ കണ്ടാലും തോന്നും ഞാൻ കള്ളി. പക്ഷെ അമ്മയോ പേരും കള്ളിയാണോ? എടി, നിനക്കിപ്പോ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. ഒന്നും വേണ്ട, ഞാൻ കിടക്കായിരുന്നു, ഒരു ക്ഷീണം. റൂം അടയ്ക്കാറ് പതിവുണ്ടോ? എന്താ അടച്ചാല്? എനിക്ക് എന്റെ വീടല്ലേ, എനിക്ക് എന്തും ചെയ്തുകൂടെ? അല്ല, നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ എന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ വെറുതെ ചോദിച്ചതാണേ. വെറുതെ പോലീസുകളെയൊക്കെ സ്വന്തം വീട്ടിൽ മതി. നിന്റെ ചെലവിലല്ല ഞാൻ കഴിയുന്നത്. അയ്യോ, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണേ. അതിന്റെ പേരില വഴക്കൊന്നും ഇടണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ എനിക്ക് മേലൊന്ന് കഴിയണം, ആകെ ക്ഷീണം, അതിനാ വന്നത്. ഓ, അധ്വാനിച്ചിട്ട് വന്നിട്ടിരിക്കുവാണല്ലോ അല്ലേ? അന്നെന്താടി അവനെ കണ്ടോ എന്ന് ചോദിച്ചു. ഓ, സേതുവേട്ടനെയല്ലേ? കണ്ടുന്നേ, തീർച്ചയായിട്ടും കണ്ടു. അത് മാത്രല്ലെന്നേ, ഇന്നാണെങ്കിലേ പുള്ളിക്കാരൻ കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, 2 വീലറിലായിരുന്നേ. എന്ത് രസമായിരുന്നറിയോ? അത് കണ്ടപ്പോ എനിക്കൊരു മോഹം അതിലൊന്ന് കയറണമെന്ന്. പിന്നെയുണ്ടല്ലോ, ഒന്നും പറയണ്ട. പിന്നെ എന്ത് ചെയ്യാനാ, സേതുവേട്ടൻ വണ്ടി എടുത്തു, ഞാൻ പുറകിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു. പിന്നെ ഞങ്ങള് അങ്ങനെ അങ്ങോട്ട് പോന്നേ. എന്ത് രസായിരുന്നു എന്നറിയുവോ? ഓ, ഓർക്കാൻ പറ്റണില്ല. പോണമെങ്കിൽ അങ്ങനെ പോണോന്നേ. ഹമ്പൊക്കെ ചാടി കുഴിയിലൊക്കെ കയറി ഇറങ്ങി. ഓ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചി എന്ന് പറഞ്ഞ രാജലക്ഷ്മി. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗൈൻ.